പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹം സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ നല്ലൊരു ശതമാനം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെയാണ്. പക്ഷെ ഓർക്കണം കേട്ടോ, തീർച്ചയായിട്ടും നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ മറ്റെവിടെയും നമ്മൾ ഇറക്കി വയ്ക്കുന്നത്, അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. കാരണം നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ദൈവമക്കളാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഓർത്ത് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും നിയോഗങ്ങളുമായിട്ട് തീരുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം തന്നതിനെല്ലാം ദൈവത്തിന് നന്ദി പറയണമെന്ന്. ഹല്ലേലൂയ, ചേർന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് വൈദികർക്ക് വാർഷിക ധ്യാനം തരാൻ തന്ന ഒരച്ഛൻ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, ഈ കാലയളവിൽ പൗരോഹിത്യം ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ലോകത്തിലേക്കുള്ള സ്വാധീനങ്ങൾ ഇഷ്ടം പോലെ ചുറ്റുപാടും ശക്തമായിട്ടുള്ളൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുക, ആത്മീയ ജീവിതം നയിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, പൗരോഹിത്യം മുറുകെ പിടിക്കുക, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് ഈ ധ്യാനഗുരു ഞങ്ങളോട് പറഞ്ഞൊരു ചിന്ത ഇതാണ്. ഇങ്ങനൊരു ഉദാഹരണം നിങ്ങൾ മനസ്സിൽ കാണൂ. നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് കരുതുക. ആ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ പുറത്തുള്ളവരുണ്ടെങ്കിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം, ഏറ്റവും കുറച്ചൊരു പെർഫ്യൂമെങ്കിലും കൊണ്ടുവരും അല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുവന്ന് വിചാരിക്കുക. ഈ സമ്മാനം കൊണ്ടുവന്ന് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറയുക, ഇത് നല്ലതാണല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാനിങ്ങനെ ഒരെണ്ണം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, നീ ഇത് കൊണ്ടേ തന്നല്ലോ, ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുള്ളിയോട് നന്ദി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അവധിക്ക് വരുമ്പോഴും ആൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവരും. കാരണം നമ്മൾ നന്ദിയുള്ളവരാ അല്ലേ. ഇനി നമുക്ക് ഈ ഉദാഹരണം ഒന്ന് വേറെ രീതി ചിന്തിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശത്തുനിന്ന് വന്നു, നമുക്കൊരു സമ്മാനം കൊണ്ടേ തന്നു. നമ്മൾ നോക്കിയിട്ട്, ഇത് ഇവിടെ ചാലക്കുടി കിട്ടണേ, എനിക്ക് പണ്ടോർണ്ണം ഉണ്ടായിരുന്നതാണ്, പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല എന്നങ്ങ് പറഞ്ഞാൽ തന്ന സമ്മാനത്തെ, വിലയുള്ളതാകട്ടെ വില കുറഞ്ഞതാകട്ടെ എന്തുമാകട്ടെ, ആ സമ്മാനത്തെ നമ്മൾ ഒന്നും അല്ലാതെ അങ്ങ് അവതരിപ്പിച്ചു. അടുത്ത അവധിക്ക് വരുമ്പോൾ അവൻ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോയി തരുമോ? നിങ്ങൾ കൊന്നക്കുഴിക്കാരാണെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുപോയി കൊടുക്കുമോ? ഇല്ല, കൊണ്ടുപോയി കൊടുക്കില്ലെന്ന് മാത്രമല്ല, അവരെ കാണാൻ പോലും പോയിന്ന് വരില്ല. കാരണം അവനൊന്നും കൊടുത്തിട്ടും പോയിട്ട് ഒരു കാര്യവും ഇല്ല. നന്ദിയില്ലാത്ത വർഗങ്ങൾ അങ്ങനെ പറയും ഇല്ലേ? അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കൊരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ആ സമ്മാനത്തെക്കുറിച്ച് നന്ദി പറയണമെന്ന്. അപ്പം നന്ദി പറയും തോറും പിന്നെയും സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ അച്ഛൻ ഞങ്ങളുടെ ധ്യാനഗുരു ഞങ്ങളോട് പറഞ്ഞതാ, പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ പൗരോഹിത്യം ജീവിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യം. ഈ പൗരോഹിത്യത്തെ ഓർത്ത് ദിവസവും ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പൗരോഹിത്യം ജീവിക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ശക്തിയോടെ ഒന്ന് കരം പിടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ആദ്യം ഞങ്ങളുടെ പൗരോഹിത്യം അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. എവിടെ പോയാലും എന്ത് കാര്യം പറയുമ്പോൾ ആദ്യം ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം പറയാൻ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതിയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. നിങ്ങൾക്ക് ദൈവം ദാനമായി തന്നൊരു കുടുംബം ഉണ്ടല്ലോ, ഇല്ലേ? ദൈവം തന്നതാണോ? നിങ്ങളുടെ കുടുംബം ദൈവം തന്നതാണോ? ആണെന്ന് ബോധ്യമുള്ളവരൊന്ന് കര ഉയർത്തിക്ക്. എൻ്റെ കുടുംബം ദൈവം തന്നതാണ്. ഉറപ്പുണ്ടല്ലേ? ആ കുടുംബത്തെ ഓർത്ത്. കുടുംബജീവിതമൊക്കെ എളുപ്പമാണോ? പിന്നെ ഇങ്ങനെയൊക്കെ ആയി അങ്ങ് ജീവിക്കല്ലാണ്ട് എന്തല്ലേ? പ്രിയമുള്ളവരെ, കുടുംബജീവിതം എളുപ്പമാകും തന്നവനായ ദൈവത്തിന് ദിവസേന ആ കുടുംബത്തെ ഓർത്തൊന്ന് നന്ദി പറയാൻ തുടങ്ങിക്കേ. ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപാവരം ദൈവം നമ്മുടെ കുടുംബത്തിൽ വെച്ചു തരും. കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കള്, ഈ കാലയളവിൽ മക്കളെയൊക്കെ മുന്നോട്ട് വളർത്തി കൊണ്ടുപോവുക എളുപ്പമാണോ? അല്ല. നമുക്കറിയാം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മക്കളെ ദൈവം തന്നതാണോ?
ആണെങ്കിൽ ആ മക്കളെ ഓർത്തൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും മക്കളെ ഓർത്തൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു നോക്കിക്കേ. ആ മക്കളെ വളർത്താനുള്ള കൃപാവരം ദൈവം തരും. സംശയമുണ്ടോ? ഉണ്ടോ? സംശയമുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എല്ലാ ദിവസവും മക്കളെ ഓർത്ത് നന്ദി പറയുക. നിങ്ങളുടെ സംശയം ദൈവം തീർത്തു തരും. കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പൊ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് തന്നതിനെ എല്ലാം ഓർത്ത്. സത്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സ്വന്തമായിട്ട് കുറച്ചൊക്കെ ഉണ്ട്. നമുക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളത്? നമ്മുടെ കുറവുകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ബലഹീനത, നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ തഴക്കദോഷങ്ങൾ, നമ്മുടെ ആസക്തികൾ. ഇത് ദൈവം തന്നതാണോ? അല്ല. ആകെ നമുക്ക് ഓണർഷിപ്പ് ഉള്ള ഏക സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന് ദൈവത്തിന് ഒരു ഉത്തരവാദിത്തമല്ല അതിൻ്റെ അകത്ത്. അതെല്ലാം നമ്മുടെയാണ്. ബാക്കിയെല്ലാം ദൈവം തന്നതാ. അങ്ങനെയെങ്കിൽ ആ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഒരു പക്ഷെ നമ്മുടെ ഈ നാട് കാർഷിക മേഖലയായിരിക്കും ഞാൻ കരുതുന്നു, അല്ലേ? കൃഷി കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. നിങ്ങളുടെ കൃഷിയോർത്ത് ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? പറയണം പ്രിയമുള്ളവരെ. നമ്മൾ പറയും എൻ്റെ അച്ഛാ കൃഷി ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, കാരണം മൃഗങ്ങൾ വന്ന് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥ മോശമാണ്, ശരിയാകുന്നില്ല, എല്ലാം ഇങ്ങനെയാ, മാർക്കറ്റില്ല, സാധനങ്ങൾക്ക് വിലയില്ല. കൃഷിയോർത്ത് ദൈവത്തിന് നന്ദി പറയണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിനക്കെന്തുണ്ടോ ദൈവം തന്നിരിക്കുന്ന അതിനെ ഓർത്ത് നന്ദി പറയണം. ഗുഡ് ന്യൂസ് ടിവിയുടെ പ്രേക്ഷകരായിട്ടുള്ള ശ്രദ്ധിക്കണം. നിങ്ങളുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരിക്കാം. നീ ഏത് സാഹചര്യത്തിലാണോ, ഏത് ചുറ്റുപാടിലാണോ, അതിലെ നന്മകളെല്ലാം ദൈവം തന്നത്. അതിനെയോർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെയും ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കൃപാവരം ദൈവം തരും. ശക്തിയുടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു ഗാനത്തോടൊപ്പം ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലോ? ഗാനത്തോടൊപ്പം ചേർന്ന് ഈ ആയുസ്സിനെ ഓർത്ത്, ദൈവം തന്ന നന്മകളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, ഇപ്പോൾ ആയിരിക്കുന്ന സാമ്പത്തികം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്പത്തികം ഇല്ലാന്നല്ലേ, എന്തെങ്കിലും ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞ നമ്മുടെ ആവശ്യത്തിന് തികയുന്നില്ല ഇല്ലാന്ന, ഇത്തിരി ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുക. ആ ഉള്ള ഇത്തിരി വെച്ച് ദൈവം നമ്മുടെ കുടുംബത്തെ നയിക്കും. നമുക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീടില്ലാന്നല്ലേ പരാതി പറഞ്ഞേ. നിനക്ക് ഇപ്പോൾ ഉള്ള വീട് എന്താണോ? എൻ്റെ അച്ഛൻ അത് വീടെന്നൊന്നും ഇല്ലെന്നേ. അതിനെ ഓർത്ത് നന്ദി പറ. കാലിത്തൊഴുത്താ നിനക്കുള്ളെങ്കിൽ ആ കാലിത്തൊഴുത്തിനെ ഓർത്ത് നീ നന്ദി പറയണം. നന്ദി പറഞ്ഞാൽ ആ കാലിത്തൊഴുത്തിൽ നിന്റെ രക്ഷയുണ്ട്. കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.